കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? മരമെടുപ്പ് കാണാൻ. സമിതിയുടെ ആട്ടങ്കലാസമിതിയുടെ അശ്വതി വിളക്ക്. ഓക്കെ, ആട്ടങ്കലാസമിതി. എല്ലാവരും ആട്ടങ്കലാസമിതിയുടെ ഫാൻസ് ആണ് കേട്ടോ. എല്ലാവരും ആ പ്രോഗ്രാമിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ അടുപ്പിച്ച് 3ാമത്തെ വർഷമാണ് ആട്ടങ്കലാസമിതി തേക്കിൻകാട് ബാൻഡ്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പ്രോഗ്രാമിന് വരുന്നത്. എല്ലാവരും അത് കാത്തിരിക്കുകയാണ്. 26-ാം തീയതിയാണ് കൊടിയേറ്റ്. 8 മണിക്ക് കൊടിയേറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആചാരപരമായിട്ട് കമ്പടി കളി. രേവതി ദിവസം മരമെടുപ്പാണ്. 4 കരചേരിയിൽ നിന്നുള്ള 4 മരങ്ങൾ പരവൂരിന് വലം വച്ച് നേരെ ക്ഷേത്രത്തിൽ വന്ന് അത് പിന്നെ നെടുങ്കുരുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. ദേവിക്കുള്ള കഴിഞ്ഞ വർഷം കരിക്ക് മുറിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. കരിക്ക് ഇവിടെ ധാരയുണ്ട്. അന്ന് നോബിയുണ്ട്, നമ്മുടെ വിതുര തങ്കച്ചൻ വിതുരയുണ്ട്, ശ്യാം ചാത്തന്നൂർ. അവരുടെയൊക്കെ കിടിലം മെഗാ ഷോയാണ്. ഡാൻസ് കിടിലം ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുക. അടിപൊളി കേട്ടോ. കുറച്ചു നേരത്തേക്ക് ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തരാ ഇതൊക്കെ പൊങ്ങി പോകുന്നു. അഴിഞ്ഞു വീഴുവോടെ ഇത്. പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുടെ ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമാണ്. പിന്നെ പൊതുവെ കുട്ടിക്കാമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു വൈബാണ് നമുക്കെല്ലാവർക്കും. ഉത്സവത്തിന് ഏറ്റവും ഇഷ്ടം കുതിരയെടുപ്പ് കാണാനാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് ഏറ്റവും ഇഷ്ടം മരയെടുപ്പാണ്. പ്രോഗ്രാം ഡാൻസ് വൈബാണ്. നമുക്ക് ഏറ്റവും വരുന്ന സമയത്ത് ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് നല്ല മണലാണ്. കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ചെറിയൊരു അമ്പലമാണ്, പക്ഷെ ശക്തിയാണെങ്കിലോ അപാര ശക്തിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത വേറൊന്നുണ്ട്, തോറ്റംപാട്ട്. എല്ലാ അടിപൊളി പരിപാടികളാണ്. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാം കാണാം, അടിച്ചു പൊളിയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റിങ്ങൽ ക്ഷേത്രത്തില് നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഞാനിന്ന് നിൽക്കുന്നത് പരവൂർക്കാരെല്ലാം വർഷത്തിൽ ഒരിക്കൽ ഒരു ടൈമിൽ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. കുറ്റിങ്ങൽ മൈതാനമാണ്. അപ്പം ഇന്നിവിടെ കുരിശിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം തുറന്നിരിക്കുകയാണ്. തുറന്നപ്പം തന്നെ ഇന്ന് നല്ല കിടിലം പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ നടേശ്വരിയുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊന്നുമില്ല, നമുക്ക് ഈ വർഷം കിടിലം ഉത്സവമാണ് കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ഉത്സവ കാഴ്ചകൾ, എന്തൊക്കെയുണ്ട് സ്പെഷ്യലായിട്ട് ഈ വർഷം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉള്ളവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഈ വർഷത്തെ വെറൈറ്റി എന്നൊക്കെ. എന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അത് നമ്മുടെ ഈ പരവൂരിന്റെ നാട്ടുകാരാണ്. നമുക്ക് അവരുടെ അഭിപ്രായവും കൂടി ഒന്ന് ചോദിക്കാം. കമോ. അപ്പൊ നമ്മുടെ കൂടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം എന്താണ് ഈ വർഷത്തെ ഉത്സവത്തിന് സ്പെഷ്യലായിട്ട് കരുതി. എന്താണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ സ്പെഷ്യൽ? 26-ാം തീയതിയാണ് കൊടിയേറ്റ്. 8 മണിക്ക് കൊടിയേറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആചാരപരമായിട്ട് കമ്പടി കളി. വിപുലമായിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടി. മെയിനായിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പൂരം അല്ല രേവതി ദിവസം മരമെടുപ്പാണ്. 4 കരചേരിയിൽ നിന്നുള്ള 4 മരങ്ങളിൽ ചൂട്ടും കെട്ടി ചുരവൂരിന് വലം വച്ച് നേരെ ക്ഷേത്രത്തിൽ വന്ന് അത് പൂരം. അതുകൊണ്ട് ഈ മരമെടുപ്പിന്റെ അന്ന് അവിടെ അവസാനിക്കുകയാണ്. ഭരണി വിളക്ക് സമാപിക്കുന്ന ഇതിനിടയിൽ പിന്നെ നെടുങ്കുരുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. പിന്നെ പൊങ്കാല വിട്ടുപോയതാണ്. കൊടിയേറ്റിന്റെ അന്ന് രാവിലെ പൊങ്കാല 7 മണിക്ക് പൊങ്കാല കൂടിയാണ് തുടങ്ങുന്നത്. അത് രാവിലെ പൊങ്കാല കഴിഞ്ഞ് അന്നത്തെ പരിപാടികൾ. പിന്നെ ഇവിടെ ധാരയുണ്ട്. 500-ഓളം കരിക്കുകൾ വെച്ചുള്ള ദേവിക്കുള്ള. കഴിഞ്ഞ വർഷം കരിക്ക് മുറിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. കരിക്ക് ഇവിടെ ധാരയുണ്ട്. 10-500. അത് രാവിലെ തന്നെ അത് തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഈ പൊങ്കാല തുടങ്ങുന്നത്. പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 8 മണിക്കാണ് കൊടിയേറുന്ന സമയം വച്ചേക്കുന്നത്.
കിടക്കാച്ചി സ്റ്റേജൊക്കെ ഇപ്പോഴേ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കിടിലമായിരിക്കും ഈ വർഷത്തെ ഉത്സവം. അപ്പൊ ഫുള്ള് 7 ദിവസവും നമ്മളിവിടെ കാണും. കൊടിയേറ്റിന്റെ അന്ന് തൊട്ട് മീനപ്പരട്ടി. ഇവിടെ പിള്ളേരുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേജിൽ. ഇന്ന് ക്ഷേത്രം തുറന്നതേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് നടേശ്വരി പരവൂര് ഈ ഒരു ഡാൻസ് ഇവിടെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കണക്ക് ക്ഷേത്രം തുറക്കുന്ന സമയത്ത് ഇവരുടെ പ്രോഗ്രാമിലൂടെയായിരുന്നു തുടക്കം. നമുക്ക് ഏറ്റവും ഇഷ്ടം മലയുടെ പ്രോഗ്രാം, ഡാൻസ് വൈബാണ്. അടിപൊളി വൈബ് ഉത്സവമാണ്. നമ്മുടെ പരവൂർക്കാരുടെ ഉത്സവമാണ്. നമ്മളിപ്പം പുറ്റിങ്ങൽ പാലസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാലസിന്റെ അടുത്ത് എത്തിയപ്പം ഒരാൾ ഇവിടെ പാലസും കണ്ട് നിപ്പുണ്ട്. ചേട്ടാ, ഒരു സംഭവം ചോദിക്കാനായിട്ട് വന്നേക്കാം. നമ്മുടെ പിറ്റിങ്ങൽ ഇപ്പം ഉത്സവമായി. ഉത്സവമാകുമ്പോൾ ചേട്ടന് പണ്ട് തൊട്ടേ ഇവിടെ പരവൂരാകുമ്പം ഈ പിറ്റിങ്ങൽ ഉത്സവം എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ ഈ ഒരു പിറ്റിങ്ങൽ ഉത്സവത്തിന് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇപ്പം ഈ വർഷം ഉത്സവം കൊടിയേറാൻ പോവുകയാണ്. അപ്പൊ എന്ത് കാണാനാണ്? അശ്വതി വിളക്കാണോ, അതോ മരവെടുപ്പാണോ, അതോ ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം ആണോ? എന്താണ് കൂടുതൽ ഇഷ്ടം? അതിപ്പം അങ്ങനെ പറഞ്ഞാല് പുറ്റിങ്ങ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് പുരാതനമായിട്ട് ഈ ദേശത്തെ ഉള്ള എല്ലാ ഹൈന്ദവ സമൂഹത്തിനും പ്രാധാന്യമുള്ളതാണ് പുറ്റിങ്ങ ദേവി ക്ഷേത്രം. പുറ്റിങ്ങ ദേവി ക്ഷേത്രത്തിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളാണ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് എൻ്റെ മകളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമ്മളെ നടേശ്വരി നൃത്ത വിദ്യാലയത്തിന്റെ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്താ ഇവിടെ ഈ ഒരുക്കങ്ങളെല്ലാം ഒടുങ്ങിയിട്ടുണ്ട്. നമ്മളെ ക്ഷേത്രത്തിന്റെ കൊടിയേറുന്ന ഇത് അനുബന്ധിച്ച് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അടിയിലൊക്കെ ലൈറ്റ്. ശരിക്കും പറഞ്ഞാല് പിന്നെ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പൊ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇത് ഒരു നല്ലൊരു സെറ്റപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാം ഉണ്ട്, എല്ലാം ഒരുക്കി. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനി കൊടി കയറുന്ന ദിവസം തൊട്ട് ഭരണി വരെ പുറ്റിങ്ങലിന്റെ ഈ പരവൂർ നിവാസികൾക്ക് മാത്രമല്ല മറ്റ് അന്യദേശത്തുള്ള ആൾക്കാർക്ക് വരെ വളരെ പ്രാധാന്യമാണ്. കച്ചവടത്തിനൊക്കെ കച്ചവടത്തിനെന്ന് പറഞ്ഞാല് ദൂരെന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അതിനൊരു വിഭാഗം തന്നെ ഉണ്ട്. കുട്ട, വട്ടി, പനയോല, പിന്നെ എന്താ പറയുന്നത് പ്രത്യേകം മെത്തപ്പായി, അങ്ങനെയുള്ള മെത്തപ്പായി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. പ്രത്യേക സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ പിന്നെ അവകാശികളാണ് അവര് എന്നുള്ള രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ. പുതിയ ഭരണ അധികാരികളൊക്കെ ഇപ്പം ഭരണത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. പിന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുന്നത് പറഞ്ഞാൽ തീരാത്ത രീതിയിലാണ് കാര്യം. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഉള്ള ക്ഷേത്രം അല്പം പുതുക്കി പണിതിട്ടുണ്ട്. ഇപ്പം കുട്ടിക്കാലത്ത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് നല്ല മണലാണ്, കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ചെറിയൊരു അമ്പലമാണ്, പക്ഷെ ശക്തിയാണെങ്കിലോ അപാര ശക്തിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത വേറൊന്നുണ്ട്, തോറ്റംപാട്ട്. നമ്മളിവിടെ തോറ്റംപാട്ട് നടത്തും. ഈ തോറ്റംപാട്ട് എന്ന് പറഞ്ഞ പാട്ട് എത്രയോ മാസങ്ങളോളം നിൽക്കും. ഈ ഒരാഴ്ചക്ക് മുമ്പ് കുരുതി കഴിഞ്ഞതേ ഉള്ളൂ. ഈ കുരുതി കഴിഞ്ഞതിന് ശേഷം ഇന്നായിരുന്നു നട തുറന്നത്. ഇന്ന് രാവിലെ വെളുപ്പിന് നട തുറന്നു. ജനപ്രവാഹം ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ വർഷം വിധു പ്രതാപ് വരുന്നുണ്ട്, നമ്മുടെ ആട്ടം കലാസമിതി, അങ്ങനെ ഒരുപാട് ഷോകളുണ്ട്. നമ്മുടെ നോബി അവരൊക്കെ വരുന്നു, തങ്കച്ചൻ. അപ്പം ഒരുപാട് പേര്, ശ്യാംജാത്തന്നൂര്. അപ്പൊ ഇതിലെ ഏത് പ്രോഗ്രാമാണ് കൂടുതലും കാണാൻ കാത്തിരിക്കുന്ന പ്രോഗ്രാം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. എല്ലാ അടിപൊളി പരിപാടികളാണ്. എല്ലാവരും പുറ്റിങ്ങ ക്ഷേത്രത്തിലെ നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. അത്രയ്ക്ക് ശക്തി രൂപിണിയാണ് നമ്മുടെ ഭഗവതി. ആർക്കും ഇതിനകത്ത് ഈ ഒരു കളികളും നടക്കത്തില്ല. ദേവിയുടെ മുമ്പിൽ ഒരു കളികളും നടക്കില്ല. കളി
നടത്തിയവനെ കളി പഠിപ്പിച്ചിട്ടുണ്ട് ദേവി. അതുകൊണ്ട് ദേവിയുടെ മുമ്പിൽ ഒരു കളിയും നടക്കത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏതായാലും നമുക്ക് എന്തായാലും ശരി, വളരെ സന്തോഷമുണ്ട്. എന്നോട് ഈ ഓക്കേ. കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് വളരെ സന്തോഷം. കാഴ്ചകളെല്ലാം കാഴ്ചകളെല്ലാം നിങ്ങൾ എല്ലാവരെയും എത്തിക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ലൊരു ജനത്തിരക്കാണ് ഇന്ന് തന്നെ അനുഭവപ്പെടുന്ന കണ്ടില്ലേ. പ്രോഗ്രാമൊക്കെ കാണാനും എല്ലാത്തിനും നല്ല തിരക്കുണ്ട്. അപ്പം 26-ം തീയതി കൊടിയേറ്റ് തൊട്ട് എന്ത് തിരക്കായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. നല്ല സൂപ്പർ വൈബിലായിരിക്കും പോകുന്ന ഒരാഴ്ച. ഇവിടെ പിള്ളേര് തകർത്തുകൊണ്ടിരിക്കുവാണ്. അടിപൊളി പ്രോഗ്രാമാണ്. ഞാനിപ്പോ ഇവിടെ നിന്നപ്പോ നല്ല ഗതയൊക്കെ ആയിട്ട് കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഗത ഞാൻ ഇങ്ങനെ മേടിച്ച് പിന്നെ അവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിറ്റിങ്ങൽ ഉത്സവത്തിനെ പറ്റി ഇവരുടെ അടുത്ത് ചോദിക്കാം. ഇവിടെ നമ്മുടെ പിറ്റിങ്ങൽ ക്ഷേത്രത്തില് ഉത്സവത്തിന് ഏറ്റവും ഇഷ്ടം എന്ത് കാണാനാണ്? മരമെടുപ്പ് കാണാൻ. മരമെടുപ്പ്. ആ മരമെടുപ്പിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടാ. മരമെടുപ്പിന് സ്റ്റേജ് പ്രോഗ്രാം. സ്റ്റേജ് പ്രോഗ്രാം. സ്റ്റേജ് പ്രോഗ്രാം. ഈ വർഷം ഇതു പ്രതാപ് ഉണ്ട്, നോവി അഗസ്റ്റി ഉണ്ട്, പിന്നെ ആട്ടം കലാസമിതി ഉണ്ട്. ഏത് പ്രോഗ്രാമാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്? നാട്ടകലാ സമിതിയുടെ. ആട്ടം കലാസമിതിയുടെ. കഴിഞ്ഞ വർഷം ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആട്ടം കലാസമിതിയിലുള്ള അടിപൊളിയായിരുന്നു. അശ്വതിയുള്ളത് അത്രയും എല്ലാം പൂരം ഇത് പ്രോഗ്രാം. സ്റ്റേജ് പ്രോഗ്രാം. ഈ വർഷം ഏതാണ്? ഇതു പ്രതാപിന്റെ ഷോയാണോ അതോ ആട്ടം കലാസമിതിയുടെ ആണോ അതോ മെഗാ ഷോയാണോ? ഏതാണ്? അതാണ് കാത്തിരിക്കുന്ന പരിപാടി. സ്റ്റേജ് പ്രോഗ്രാം. ആട്ടം കലാസമിതി. എല്ലാവരും ആട്ടം കലാസമിതിയുടെ ഫാൻസ് ആണ് കേട്ടോ. എല്ലാവരും ആ പ്രോഗ്രാമിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ അടുപ്പിച്ച് 3-ാമത്തെ വർഷമാണ് ആട്ടം കലാസമിതി തേക്കിൻകാട് ബാൻഡ്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പ്രോഗ്രാമിന് വേണ്ടി. എല്ലാവരും അത് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഉത്സവാശംസകൾ. പരാശരായ സുഖായ നാഥ സുഖായ നന്ദരൂപായ ചതുർവരോഹരീ